ഗണ്ണാണ് SLR ഗണ്ണ് എന്ന് പറയുന്ന 5ാമത്തെ ഗണ്ണാണ്. അതേപോലെ തന്നെ ഈ ഒരു പിന്നെ ക്യാപ്പിൻ്റെ പ്രത്യേകത മെറ്റലാണ്. ഇത് സംഭവം മെറ്റൽ അല്ലേ, മെറ്റലാണ്. അതേപോലെ തന്നെ മുന്നേ സൈനികർ യൂസ് ചെയ്തതാണ്, അവർ പിന്നെ കൊണ്ടുവന്ന് ഇവിടെ ഇതാക്കിയാണ്. ഇത് പുള്ളി ഉണ്ടാക്കിയല്ല, പക്ഷേ ഇതിനെ കുറച്ച് കാര്യം ഇന്ന് ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്നില്ല. പക്ഷെ മുന്നേ ഇന്ത്യൻ സൈന്യം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു ഗണ്ണാണ് SLRന്റെ ഒരു മോഡലിലാണ് ഇത് ചെയ്തത്. സെയിം മോഡൽ തന്നെ, അത് സെയിം, ഒരു വ്യത്യാസം ഇല്ലാണ്ട് ഈ ഒരു മോഡലാണ് SLR ഗണ്ണാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള സൈനിക കൂട്ടായ്മ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും നാടിൻ്റെ മുക്കിലും മൂലയിലും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പറ്റിയിട്ടും അതേപോലെ തന്നെ സൈനികരെ പറ്റിയിട്ടും സൈനികർ രാജ്യത്തിന് ചെയ്യുന്ന സേവനത്തെക്കുറിച്ചിട്ടും ശരിക്കും നമ്മൾ ബോധവാന്മാരല്ല. നമ്മൾ പല രീതിയിലും യുദ്ധം നടക്കുമ്പോൾ പോലും പല രീതിയിലുള്ള പരിപാടികളും അതേപോലെ ആഘോഷങ്ങളിലും മുഴുകിയിരിക്കുന്ന കാഴ്ച നമ്മൾ ഇതിനിടയ്ക്ക് കണ്ടു. രാജ്യസ്നേഹം മാത്രമാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് പിന്നെ അവരെ പ്രേരിപ്പവും തന്നെ നമ്മൾ ആരും തന്നെ ഇന്ന് നമ്മളെ നാട്ടിൽ കാണാത്ത തരത്തിലുള്ള ശില്പരീതികളാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. ആ ഒരു ഗണ്ണിൻ്റെ ഫിനിഷിംഗ് എല്ലാം വളരെ ടോപ്പായിട്ടുണ്ട്. SLR ആണല്ലേ, ഇതൊന്ന് തിരിച്ചു കാണിക്കാൻ പറ്റുമോ? ഇതേ രീതിയിലാണല്ലേ, എന്താ ടോപ്പ്. അത് ആ ഒരു ഫിനിഷിങ്ങിൽ നിങ്ങൾ നോക്കി നോക്കണം. ഇത് ഫൈബറാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ശരിക്കും പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല, ആ വുഡിൻ്റെ ആ ഒരു വർക്കും ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ. അതേപോലെ ജോജു ഏട്ടൻ പിന്നെ പല തരത്തിലുള്ള ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മളെ യമന് വേണ്ടിയിട്ട് ചെയ്ത വർക്കുകൾ